കൊച്ചിയിലെ കാനറ ബാങ്കിന്റെ ഒരു ശാഖയിൽ പുതുതായി ചുമതലയേറ്റ മാനേജറുടെ ബീഫ് നിരോധനം ജീവനക്കാരെ പ്രതിഷേധത്തിലേക്ക് നയിച്ചു. ബാങ്കിന്റെ ക്യാന്റീനിൽ ബീഫ് വിളമ്പുന്നത് വിലക്കിയ മാനേജറുടെ തീരുമാനത്തിനെതിരെ ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ ജീവനക്കാർ ബീഫ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. ഈ സംഭവത്തിന്റെ ചിത്രങ്ങളും വീഡിയോകളും സമൂഹ മാധ്യമങ്ങളിൽ അതിവേഗം വൈറലായി. ബീഹാർ സ്വദേശിയായ റീജിയണൽ മാനേജറാണ് ക്യാന്റീനിൽ ജീവനക്കാർക്ക് ബീഫ് വിളമ്പുന്നത് നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകിയത്. ഇത് ജീവനക്കാർക്കിടയിൽ വലിയ അതൃപ്തിക്ക് കാരണമായി. പുതിയ മാനേജർ മാനസികമായി പീഡിപ്പിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്നതായി ജീവനക്കാർ നേരത്തെ ആരോപിച്ചിരുന്നു. ഇതിനിടയിലാണ് ബീഫ് നിരോധനം എന്ന വ്യക്തിപരമായ വിഷയത്തിൽ അദ്ദേഹം ഇടപെട്ടത്. ഇത് ജീവനക്കാരുടെ രോക്ഷം വർദ്ധിപ്പിച്ചു. ഭക്ഷണം എന്നത് ഓരോ വ്യക്തിയുടെയും സ്വകാര്യമായ തിരഞ്ഞെടുപ്പാണ്. ഇന്ത്യയിൽ ഓരോ വ്യക്തിക്കും അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനുള്ള അവകാശമുണ്ട്. ബെഫി നേതാവ് എസ് അനിൽ മാധ്യമങ്ങളോട് പറഞ്ഞു, ഞങ്ങളുടെ ബാങ്കിലെ ക്യാന്റീനിൽ തിരഞ്ഞെടുക്കപ്പെട്ട ദിവസങ്ങളിൽ ബീഫ് വിളമ്പാറുണ്ട്. എന്നാൽ ഇനി ബീഫ് വിളമ്പരുത് എന്ന് മാനേജർ ക്യാന്റീൻ ജീവനക്കാരെ അറിയിച്ചു. ഇത് ഞങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളിലുള്ള കടന്നുകയറ്റമാണ്. ആരെയും ബീഫ് കഴിക്കാൻ ഞങ്ങൾ നിർബന്ധിക്കുന്നില്ല. എന്നാൽ ഇത് ഞങ്ങളുടെ പ്രതിഷേധമാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജീവനക്കാരുടെ പ്രതിഷേധം ബാങ്കിന്റെ ഓഫീസിന് പുറത്ത് ബീഫും പൊറോട്ടയും വിതരണം ചെയ്തുകൊണ്ടായിരുന്നു. ഈ പ്രതിഷേധം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു. KT ജലീൽ MLA അടക്കമുള്ള പ്രമുഖർ ജീവനക്കാരുടെ നിലപാടിന് പിന്തുണയുമായി രംഗത്തെത്തി. എന്ത് ധരിക്കണം, എന്ത് കഴിക്കണം, എന്ത് ചിന്തിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് മേലുദ്യോഗസ്ഥരല്ല എന്ന് KT ജലീൽ ഫേസ്ബുക്കിൽ കുറിച്ചു. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. 2017 സമാനമായ ഒരു പ്രതിഷേധം കേരളത്തിൽ നടന്നിരുന്നു. കന്നുകാലി ചന്തകളിൽ കശാപ്പിനായി കന്നുകാലികളെ വിൽക്കുന്നത് നിരോധിച്ചുകൊണ്ടുള്ള കേന്ദ്ര സർക്കാർ ഉത്തരവിനെതിരെ നിരവധി സംഘടനകൾ കേരളത്തിലുടനീളം ബീഫ് ഫെസ്റ്റുകൾ സംഘടിപ്പിച്ചിരുന്നു. ഈ സംഭവങ്ങൾ അന്ന് വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിയൊരുക്കി. ഈ സംഭവം ഒരു ബാങ്ക് ജീവനക്കാരുടെ പ്രതിഷേധം എന്നതിലുപരി വ്യക്തിപരമായ സ്വാതന്ത്ര്യത്തിനും ഭക്ഷണ തിരഞ്ഞെടുപ്പിനുമുള്ള അവകാശത്തിനു വേണ്ടിയുള്ള ഒരു പോരാട്ടമായി വളർന്നിരിക്കുന്നു. ബലപ്രയോഗത്തിലൂടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ഇടപെടാനുള്ള ഒരു ഉദ്യോഗസ്ഥന്റെ ശ്രമം അതൊരു ഉൽപ്പന്നത്തിന്റെ ഉപയോഗം തടയുന്നതാലും ഒരു പ്രതിഷേധത്തിന് കാരണമാകാൻ സാധ്യതയുണ്ട്. ഇന്ത്യയിൽ ബീഫ് ഒരു രാഷ്ട്രീയ വിവാദ വിഷയമാണ്. വിവിധ സംസ്ഥാനങ്ങളിൽ ബീഫ് നിരോധിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ ബീഫ് ഒരു പ്രധാന ഭക്ഷ്യവസ്തുവാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ബീഫ് നിരോധിക്കാനുള്ള ഏതൊരു നീക്കവും ശക്തമായ പ്രതിഷേധത്തിന് വഴിയൊരുക്കും. കാനറ ബാങ്ക് മാനേജറുടെ ഈ നടപടി ഒരു പ്രാദേശിക പ്രശ്നം മാത്രമായിരുന്നില്ല. ഇത് ഭരണഘടനാപരമായ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമായി വളർന്നു. ഒരു മാനേജർക്ക് ഒരു പൊതുസ്ഥാപനത്തിലെ ക്യാന്റീനിൽ എന്ത് വിളമ്പണമെന്ന് തീരുമാനിക്കാൻ അവകാശമുണ്ടോ? പ്രത്യേകിച്ച് അത് ജീവനക്കാരുടെ ഇഷ്ടത്തെയും സ്വാതന്ത്ര്യത്തെയും ബാധിക്കുന്ന ഒരു വിഷയമാണെങ്കിൽ. ഈ ചോദ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു. ഈ പ്രതിഷേധം മറ്റു സംഘടനകൾക്കും ഒരു സന്ദേശം നൽകുന്നു. ബീഫ് എന്നത് കേവലം ഒരു ഭക്ഷണം മാത്രമല്ല, അത് പലരുടെയും സംസ്കാരത്തിന്റെയും ജീവിത രീതിയുടെയും ഭാഗമാണ്. ഇത്തരം വിഷയങ്ങളിൽ അധികാരികൾ ഇടപെടുന്നത് വ്യക്തിപരമായ സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റമായി വ്യാഖ്യാനിക്കപ്പെടാം. ഈ സംഭവം കേരളത്തിലെ പൊതുസമൂഹത്തിൽ വീണ്ടും ബീഫ് രാഷ്ട്രീയത്തെക്കുറിച്ച് ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ്. ഒരു മാനേജറുടെ തന്നിഷ്ടപ്രകാരമുള്ള തീരുമാനം വലിയൊരു രാഷ്ട്രീയ പ്രതിഷേധത്തിന് കാരണമായി മാറിയിരിക്കുന്നു. ഇത് ഇന്ത്യൻ സമൂഹത്തിലെ ഭക്ഷണ തിരഞ്ഞെടുപ്പിന്റെയും വ്യക്തിപരമായ സ്വാതന്ത്ര്യത്തിന്റെയും പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാക്കുന്നു. മാനേജറുടെ മോശം പെരുമാറ്റത്തെക്കുറിച്ചുള്ള ജീവനക്കാരുടെ പരാതികൾ ബീഫ് നിരോധനത്തെക്കാൾ ഗൗരവമേറിയതാണ്. ഒരു വനിതാ ജീവനക്കാരിയെ മാനേജർ ഉപഭോക്താവിന്റെ മുന്നിൽ വെച്ച് അപമാനിച്ചെന്നും കീഴ് ജീവനക്കാരെ അടിമകളെ പോലെ കാണുന്ന അദ്ദേഹത്തിന്റെ ഈ സമീപനവും പ്രതിഷേധക്കാർ ചൂണ്ടിക്കാട്ടുന്നു. ഒരു തൊഴിലിടം സൗഹൃദപരവും എല്ലാവർക്കും തുല്യ അവസരങ്ങൾ നൽകുന്നതുമായിരിക്കണം. അടിച്ചമർത്തലുകളും വ്യക്തിപരമായ വിശ്വാസങ്ങളുടെ അടിച്ചേൽപ്പിക്കലും ഒരു ആരോഗ്യകരമായ തൊഴിൽ അന്തരീക്ഷത്തിന് യോജിച്ചതല്ല. ഈ പ്രതിഷേധം മറ്റ് സ്ഥാപനങ്ങൾക്കും ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഒരു ഉദ്യോഗസ്ഥന്റെ വ്യക്തിപരമായ അജണ്ടകൾ പൊതുസ്ഥാപനങ്ങളിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാൽ ശക്തമായ തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് ഈ സംഭവം തെളിയിക്കുന്നു. അതേസമയം ഈ വിഷയത്തിൽ ബാങ്ക് മാനേജറിന്റെ ഔദ്യോഗിക പ്രതികരണം ഇനിയും പുറത്തു വന്നിട്ടില്ല. ജീവനക്കാരുടെ പരാതിയിൽ മാനേജ്മെന്റ് എന്ത് നടപടി സ്വീകരിക്കുന്നു എന്നത് ഈ വിഷയത്തിന്റെ ഭാവി നിർണ്ണയിക്കും. ഇന്ത്യയിലെ വർദ്ധിച്ചു വരുന്ന രാഷ്ട്രീയ ധ്രുവീകരണത്തിന്റെയും സാംസ്കാരികപരമായ സംഘർഷങ്ങളുടെയും പ്രതിഫലനം കൂടിയാണ് ഈ സംഭവം. ഭക്ഷണം, വസ്ത്രം, ആചാരങ്ങൾ തുടങ്ങിയ വ്യക്തിപരമായ കാര്യങ്ങൾ പോലും രാഷ്ട്രീയവൽക്കരിക്കപ്പെടുകയും വിവാദങ്ങളിലേക്ക് വലിച്ചിഴക്കപ്പെടുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണിത്. കൊച്ചിയിലെ കാനറ ബാങ്ക് ജീവനക്കാരുടെ പ്രതിഷേധം ഈ പ്രവണതകൾക്കെതിരെയുള്ള ഒരു ചെറിയ ശബ്ദമായിരിക്കാം. എന്നാൽ ഈ ശബ്ദം ഇന്ത്യയിലെ ഓരോ പൗരനും തങ്ങളുടെ വ്യക്തിപരമായ അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ നൽകുന്നുണ്ട്.